കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത്. കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട്, ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം. അത് നീ തന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന, ആയിരക്കണക്കിന് ആരാധന. ദൈവമേ, അതെല്ലാം ആസ്തി ഭദ്രത ചെയ്യുന്നു. അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയും, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴാശ്രയിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ.